ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹോണ്ട ആക്റ്റീവ വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ജോബ് കാർഡിൽ പറഞ്ഞിരിക്കുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ ഒന്ന് സ്പീഡോമീറ്റർ ചെക്ക് ചെയ്യണം. സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ല. പെട്രോൾ മീറ്റർ ഇടയ്ക്ക് വർക്ക് ചെയ്യില്ല എന്നുള്ള കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. ആക്സിലേറ്റർ കേബിൾ റൈസിങ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബ്രേക്ക് ചെക്കപ്പ്, എഞ്ചിൻ ഓയിൽ ചെക്കപ്പ്, സൈലൻസറിൻ്റെ ഒരു പ്രൊട്ടക്റ്റീവ് ഗാർഡ് പറഞ്ഞ മെക്കാനിസം പറഞ്ഞിട്ടുണ്ട്. ഇന്നർ കവറിന് എക്സ്ട്രാ ഒരു ഒരു ഹുക്ക് പിടിപ്പിക്കുന്ന പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ഹുക്ക് പിടിപ്പിക്കണമെങ്കിൽ ഇവിടെയാണ് പിടിപ്പിക്കേണ്ടത്. അത് നമുക്ക് പോസിബിൾ അല്ല, അത് ചെയ്യാൻ പറ്റില്ല. പിന്നെ ആക്സിലേറ്റർ കേബിൾ കംപ്ലയിൻ്റ് ഉണ്ട്. അതേപോലെ തന്നെ ചോക്കിൻ്റെ കേബിളും പ്രോപ്പർ വർക്കിംഗ് അല്ല. അപ്പോൾ ആക്സിലേറ്റർ കേബിൾ ചോക്ക് കേബിളും മാറ്റി പുതിയത് സെറ്റ് ചെയ്യാം. കാരണം ചോക്കിൻ്റെ ഈ ഭാഗത്തു നിന്ന് കാർബറേറ്ററിൽ പറഞ്ഞാൽ ക്ലിപ്പൊക്കെ ചാടിപ്പോയേക്കാണ്. അപ്പോൾ രണ്ട് കേബിളുകളും ആക്സിലേറ്ററിൻ്റെയും ചോക്കിൻ്റെയും കേബിളുകൾ മാറ്റി വയ്ക്കണം. ബ്രേക്ക് ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട്. ബ്രേക്ക് അഡ്ജസ്റ്റിങ് മാക്സിമത്തിൽ നിൽക്കണേ, പരമാവധി അഡ്ജസ്റ്റിങ്ങിൽ നിൽക്കണം. അപ്പോൾ ബ്രേക്ക് ലൈനർ മാറ്റണം. ബാക്കിലത്തെ ഫ്രണ്ടിലത്തെ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഫ്രണ്ടിലത്തെ നമുക്ക് അങ്ങനെ തന്നെ ഉപയോഗിക്കാം, കുഴപ്പമില്ല. പിന്നെ എൻജിൻ ഓയിൽ ചെക്കപ്പാണ് പറഞ്ഞാണ്. ഓയിൽ ലെവൽ കുറവ് കണ്ടാറിന് അഴിച്ചു നോക്കിയതാണ്. ഓയിൽ മോശമാണ്. ഓയിൽ മാറ്റി പുതിയത് ഫില്ല് ചെയ്യണമായിരിക്കും നല്ലത്. കാരണം ഇതിനകത്തേക്ക് പുതിയ ഓയിൽ, ഈ പഴയ ഓയിലിലേക്ക് പുതിയത് മിക്സ് ചെയ്യണമായിരിക്കും നല്ലത്. ഫുൾ ഓയിൽ മാറ്റി റീസെറ്റ് ചെയ്യണമായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു എസ്റ്റിമേറ്റ്, അതായത് ആക്സിലേറ്റർ കേബിൾ, ചോക്കിൻ്റെ കേബിൾ, ബാക്കിലെ ബ്രേക്ക് ലൈനർ, അതേപോലെ തന്നെ എൻജിൻ ഓയിൽ, ഫ്യൂവൽ മീറ്ററിൻ്റെ കംപ്ലയിൻറ്റ്, ടാങ്കിൽ വരുന്ന ഫ്ലോട്ടിൻ്റെ കംപ്ലയിൻ്റ് ആണ്. ടാങ്കിൻ്റെ ഉള്ളിൽ പെട്രോൾ അളവ് കാണിക്കുന്ന ഒരു ഫ്ലോട്ട് ഉണ്ട്. ആ ഫ്ലോട്ടിൻ്റെ പ്രോബ്ലമാണ് ഫ്യൂൽ മീറ്ററിൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അതടക്കം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് ഞാൻ വാട്സാപ്പിലേക്ക് ഇടാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് വാട്സാപ്പിലൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ. കാരണം നമുക്ക് റിപ്ലൈ കിട്ടിയാലാണ് നമുക്കതനുസരിച്ചിട്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ.